പാലക്കാടും അല്ല, മലപ്പുറം അല്ല, എറണാകുളം അല്ല, ഇത് കർണാടകയാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ഹാപ്പിനെസ് ഡയറി. ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എങ്ങോട്ടായിട്ടാ പോണത്? നമ്മൾ ഷിമോഗ വന്നിട്ട് ഷിമോഗയ്ക്ക് അടുത്തുള്ള സക്കർബൈലെ എലിഫന്റ് ക്യാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സക്കർബൈലെ സ്ഥലത്തിന്റെ പേരാണ്. അവിടെ കുറച്ച് എലിഫന്റിനെ പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ എന്താ വെച്ചാൽ ആളുകൾക്ക് കയറി കാണാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ആനകളെ കുളിപ്പിക്കുമ്പോൾ നമുക്കും പോയി അവരുടെ കൂടെ കൂടി നമുക്കും കുളിപ്പിക്കാം എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് പോയി കണ്ടു പോകാം. ഷിമോഗ വന്നാൽ തീർച്ചയായും ഈ സ്ഥലം വിസിറ്റ് ചെയ്തിരിക്കും. രാവിലെ അല്ല, ഷിമോഗയും എല്ലാവരും വിസിറ്റ് ചെയ്യണം. തീർച്ചയായും നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഷിമോഗ വീഡിയോ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടറിയാം. അതായത് റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഒരു തിരക്കും കുറവ് ഇല്ലാന്ന് തന്നെ പറയാം. വളരെ കുറവാണ്. റോഡുകളൊക്കെ നല്ല സ്റ്റാൻഡേർഡ്, നല്ല ക്വാളിറ്റി റോഡുകളാണ് എല്ലാം തന്നെ. അല്ല, സ്ഥലങ്ങൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു ഹിൽ സ്റ്റേഷൻ ആക്കിയാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ രണ്ട് സൈഡ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നിറയെ കോക്കനട്ട്, അതുപോലെ തന്നെ അടയ്ക്കാമറ അല്ലേ? അടിപൊളി. അപ്പൊ നമുക്ക് പോവാം, ചെന്നിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ. അടക്കാമരാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ സ്ഥലത്തേക്കൊക്കെ വരുന്നത് ശരിക്കും കേരളയുടെ ഒരു നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ഹിൽ സ്റ്റേഷനൊക്കെയാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിൻ അല്ല, പക്ഷെ അത് എന്താണോ അവിടുത്തെ. നമ്മൾ 350 മീറ്ററിനുള്ളില് എലിഫന്റ് ക്യാമ്പിൽ എത്തും കേട്ടോ. കണ്ടോ? Your destination is ready. On the left. ടിക്കറ്റ് പ്രൈസ് കേട്ടോ. ഇതിൽ കൂടെ പോണ്ടേ? ഇത് കണ്ട എലിഫന്റിന്റെ ട്രങ്കും ഒക്കെ വരച്ച് വെച്ചല്ലേ? ട്രങ്ക് ഇത് ഫേസ്, ഇത് ഐസ്, ഇത് അവിടെ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ അല്ലേ? അതിപ്പോ പോകാൻ പറ്റില്ല. 2 adult 1 kid 7. ഇത് എൻട്രി അത് വേറെയാണ്. എലിഫൻറ്റിനെ കുളിപ്പിക്കാനായിട്ട് 100 രൂപ എക്സ്ട്രാ. എലിഫൻറ്റ് ബാത്തിങ് എന്നും പറഞ്ഞുണ്ട്. എലിഫൻറ്റ് ബാത്തിങ് അതിനെ കുളിപ്പിക്കാൻ എൻട്രിക്ക് 20 റുപ്പീസോ? ആ വേഗാട്ടെ കുഞ്ഞു. എലിഫന്റിനെ കുളിപ്പിക്കപ്പോ അമ്മേ വേദനിപ്പിക്കരുത് കേട്ടോ. അച്ഛൻ കുഞ്ഞോട് കുളിപ്പിക്കാം. ഒരു എന്താ അല്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അവിടെ നമുക്ക് കുളിപ്പിച്ച ആനകൾ അവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കളിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം ആനകളുടെ കൂടെ. കുഞ്ഞാനകൾ
അവിടെ ഉണ്ട് ഒരു കുഞ്ഞാനെ ഉണ്ട് എന്നാ പറഞ്ഞേ. ഉണ്ട്. അവനെ കുളിപ്പിച്ച് കയറ്റിയോ? രാവിലെ വന്ന് അതിന്റെ ഒപ്പം അത് 45 days ആയിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. അതൊക്കെ എല്ലാവരും ഒക്കെ കേറി ആനകളൊക്കെ. ഇനി ആന വരുന്ന പറഞ്ഞു. ആണോ? ആ അപ്പൊ ഈ ആനയുടെ കുളി കഴിഞ്ഞോ? കുളിച്ചതാ, സുന്ദരനായിട്ടുണ്ട്. ആ അടുത്ത ആന മറ്റേ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ ആനകളുടെ സ്ഥലങ്ങളാണ്. ഇപ്പോൾ പേര് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. കന്നഡയിലാണ് എഴുതിയേക്കുന്നത്, നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല. ഉണ്ടോ? അപ്പോൾ അവിടെയാണ് ആനകളുള്ളത്. ഇപ്പോൾ ഉള്ള 4 ആനകളുണ്ട്. എനിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോ ആനകളെ കൊണ്ടുവന്ന് തളയ്ക്കും. കുട്ടിയാന, അതേ കുട്ടിയാന ഉണ്ടോ? ಸ್ನಾನ ಮಾಡ್ಲಿಕ್ಕೆ ಬರ್ತಿದೆ ಅದಲ್ಲಿ. അതാ ഇനി വരും പറഞ്ഞേ. കുഞ്ഞിനെ കുളിപ്പിക്കുന്നു. കുഞ്ഞിനെ കുളിപ്പിക്കണായിരുന്നു. കുഞ്ഞിന്റെ ഹൈറ്റ് ഉള്ളൂ. കുഞ്ഞ് എലിഫന്റിന്റെ അടുത്ത് തിരിച്ചില്ല അങ്ങോട്ട്. വല്ല അടുത്തു ഒന്നും ചെയ്യില്ലടോ. അവിടെ നിന്നോ? ആ തിരിഞ്ഞിട്ട് തന്നെ. അപ്പൊ 3 പേര് കുളിക്കാൻ വരുന്നുണ്ട്. കുളിപ്പിക്കാനായിട്ട് 2 പേര് പോണോക്കൂ. ഒരു കുട്ടിയാന വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു കുറച്ച് 6 മാസമൊക്കെ കഴിഞ്ഞതായിരിക്കും. കുഞ്ഞാ ಹಲೋ ಮಾತಾಡಿ ಫೋನಲ್ಲಿ ನೀರಲ್ಲೇ ಬಂದು ಮಾತಾಡ್ಕೊಂತಿಲ್ಲ. വേറെ ആള് വരുന്നുണ്ട്. 3 പേര്. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണം നമുക്ക്. വളരെ എക്സൈറ്റഡ് ആയിട്ട് പിള്ളേർ കഴിച്ചോളും ഭക്ഷണമൊക്കെ. ഈ സമയത്തല്ലേ ആനയെ കൊണ്ട് പഠിപ്പിക്കാം.
പേടിപ്പിക്കണ്ട, അത് കണ്ടിങ്ങനെ ഒരു ഇതിലേ കുട്ടിയാണ് പോയി ഇറങ്ങിയിട്ട് നമുക്ക് കുളിപ്പിക്കാം. അങ്കിള് മോളിൽ നിന്ന് ഇറങ്ങട്ടെ, പതുക്കെ മതി. സദ്യയാണ് ാണ് കേട്ടോ. അവിടെ പറയുന്നുണ്ടോ? കൊമ്പൊക്കെ കഴുകും. കൊമ്പൊക്കെ കഴിക്കും. ഒന്നും ചെയ്യില്ല. കിട്ടാ ಮೇಡಮ್ ಟಿಕೆಟ್ ಆಗಿದೆ ನಿಮ್ಮದು. അല്ലെങ്കിൽ അവിടെ നിൽക്കരുത്. ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ കഴിക്കാം. കഴിക്കാം. കഴിവ് തണ്ണിപ്പറ്റി കഴിവ് ಆ ಕಡೆ എല്ലാവരും കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ಮೇಡಮ್ ನಿಮ್ಮ ಟಿಕೆಟ್ ಆಗಿದೆಯಾ? കുളിപ്പിച്ച് തീർന്നില്ല പറഞ്ഞിട്ട് രണ്ടാമത് പോണോക്ക് ഒന്ന് കുളിപ്പിച്ച് കയറിയതാണേ. എന്നിട്ട് അടുത്ത ആന വന്നപ്പോൾ വീണ്ടും കുളിപ്പിക്കണം പറഞ്ഞ് പോയേക്കാം. ആദ്യം ചെന്നപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ കുളിപ്പിച്ച് കയറിയേക്കണ ആനേനെയൊക്കെ കാണിച്ചപ്പോൾ. പക്ഷെ ഇപ്പം ആള് ഭയങ്കര എന്താ എനിക്ക് നോക്ക് കഴിഞ്ഞ അവരാദ്യം വന്നാൽ 3 പേര് കുളിച്ച് കയറുകയാണ്. ഒരു 3 പേര് വീതമാണ് കുളിക്കാൻ ഇറങ്ങണേ. നല്ല എക്സ്പീരിയൻസ്. നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലല്ലോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അത് പോവാണ്. ഇനിയിപ്പോൾ മറ്റേ കുട്ടിയാനെ വന്നിരിക്കുന്ന കുട്ടിയാനേനും കൂടി കുളിപ്പിച്ചിട്ടേ കയറണുള്ളൂ പറഞ്ഞിരിക്കാണ്. കുളിപ്പിക്കണോ നിനക്ക്? നീ ഇവിടെ കിടന്നു അച്ഛമ്മയും പൊക്കോളാം. നീ ആനയെ കുളിപ്പിച്ചൂടെ കിടന്നു. എന്താ സംഭവം എന്നറിയോ? നമ്മള് 100 രൂപയുടെ ടോക്കൺ എടുത്തു. 3 ആനേനെ കുളിപ്പിച്ചു. എന്നിട്ടാണ് 3 ആനേനെ കുളിപ്പിച്ചു. കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ആനേനെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞു. ഒരാന രണ്ടാമത് വന്നേക്കണ ആനേനെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നിക്കണതാണ് ഈ നിക്കണത്. അപ്പൊ നമുക്ക് ഈ ഒരു കുളിപ്പിക്കലും കൂടി കഴിഞ്ഞാൽ നമുക്ക് പോവാന്ന് വിചാരിക്കുന്നു. ഇനിയെങ്കിലും സമ്മതിച്ചാൽ മതിയായിരുന്നു പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം.
അല്ല, മലപ്പുറം അല്ല, മലപ്പുറമാണോ? എറണാകുളം അല്ല, ഇത് കർണാടകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാല് നമ്മുടെ കേരളം പോലെ തന്നെ. കേരളത്തിനേക്കാളും കവുങ്ങ്, തെങ്ങും തോപ്പുകള്, പാടം, കൃഷി. ഇത് കണ്ടാ നിങ്ങൾ പറയോ കർണാടകയാന്ന്? നൈസ്. അങ്ങനെയാണോ? അല്ല, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ എന്നോട് ചോദിച്ചേ, നീ വീഡിയോ എടുക്കുമ്പോ എന്താണ് ആ സ്ഥലം മാത്രം കാണിക്കണത്, ഇങ്ങനത്തെ ഇൻ ബിറ്റ്വീൻ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചൂടെ, വീഡിയോയ്ക്ക് അങ്ങനെ കുറെ ഇതൊക്കെ ചെയ്തൂടെ, വ്യത്യാസങ്ങൾ വരുത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പക്ഷെ ഇതാണ് കാര്യം, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് മിസ്സാവും, ഒന്നും കാണാൻ പറ്റില്ല, എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളതൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്, ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എൻജോയ്മെന്റ് പോവാണ്. ഈ സ്ഥലം ഇനി വൺസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കാണാൻ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാത്തത്. അപ്പം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണില്ല എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ കേട്ടോ. ഈ സ്ഥലമൊക്കെ വൺസ് ഇനിയിപ്പോ നമ്മുടെ എന്നാ വരോ ഉറപ്പില്ല. അത് ഇപ്പൊ ഇങ്ങനെ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് ഷിമോഗ വരാൻ പറ്റിയത് കൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി. ഷിമോഗിനെ പറ്റി തന്നെ അറിയാൻ പറ്റിയില്ലെങ്കിൽ ഷിമോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് റേഞ്ചിൽ നമ്മൾ എന്തോ ഒന്നൊരു ധാരണയിൽ അങ്ങോട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വന്ന സ്ഥലങ്ങൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക, അതിൽ നിന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുക. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചാനലിനെ പറ്റി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഇന്നോ നാളെയോ മറ്റന്നാളോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ എഡിറ്റ് ചെയ്തൊന്ന് ഭംഗിയാക്കി സൂക്ഷിച്ച് വെക്കാം എന്നാണ് നമ്മൾ വീഡിയോ ചാനലിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. ഹോസ്പിറ്റലാണ് കാണുന്നത്. എയർപോർട്ട് വരാൻ പോകുന്നുണ്ടല്ലേ, ഷിമോഗയില് എയർപോർട്ട് വരാൻ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. അപ്പൊ അതില് ഇനിയും കുറേ വീഡിയോസ് അങ്ങനെ ഉൾപ്പെടുത്തണം ഇങ്ങനെ ഉൾപ്പെടുത്തണം എന്നൊക്കെ കുറേ കമന്റ്സ് ഒക്കെ വന്നത് കൊണ്ട് ഇത് കണ്ണിന് വേണ്ടിയിട്ടുള്ള ഐ ഹോസ്പിറ്റലാണ്. നേഴ്സിംഗ് അതുപോലെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഷിമോഗയില്. എഡ്യൂക്കേഷൻ ഭയങ്കരമാണ്. ഒരുപാട് കോളേജുകൾ, പല ടെക്നോളജിയുടെ ആണെങ്കിലും അല്ലേ. അത് നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ മലയാളി കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കാലത്ത് ഷിമോഗയിൽ പഠനത്തിന് വേണ്ടി വരുമായിരുന്നു. അപ്പൊ നമുക്കറിയില്ലായിരുന്നു എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. എന്തായാലും നല്ല എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞിപ്പം നമ്മളിങ്ങനെ ഒരു സ്ഥലത്തെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കാം, അയ്യോ അത് അങ്ങനത്തെ സ്ഥലമായിരിക്കും, ഭയങ്കര ഡ്രൈ ലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പ് കൂടിയ സ്ഥലമായിരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. ഞാൻ ഷിമോഗയെ കുറിച്ച് വിചാരിച്ചിരുന്നു ഈ മറ്റു സിറ്റികളൊക്കെ പോലെ തന്നെ. ഇപ്പൊ ഹുബ്ലി, ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഹുബ്ലി, ധാർവാഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അല്പം ഡ്രൈ ആണ്. ഇത്രയും ലഷ് ഗ്രീനൊന്നും നമുക്കവിടെ കിട്ടത്തില്ല. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കർണാടക സ്ഥലങ്ങളെല്ലാം തന്നെ നമുക്കൊരു അല്പം ഡ്രൈ ആയിരിക്കും. പക്ഷെ ഇത് വളരെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനൊക്കെ നമ്മളെ ഒത്തിരി തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി കളഞ്ഞു. വളരെ ക്ലീൻ നീറ്റ് ആയിട്ടുള്ള സിറ്റിയാണ്. എങ്ങനെ ഒരു സിറ്റിയെ ഡെവലപ്പ് ചെയ്യണമെന്ന് അവർ കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട് ഷിമോഗ ചെല്ലുമ്പോൾ. ഇതൊക്കെ ഔട്ടർ സിറ്റിയാണ്, പക്ഷേ സിറ്റിയുടെ ഔട്ടറാണ്. പക്ഷേ നമ്മൾ ഷിമോഗയിൽ കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ബൈപ്പാസ് കൂടിയാണ് പോകുന്നത്. നമ്മൾ താമസിച്ച സ്ഥലവും ഏരിയ ഒക്കെ താമസിച്ചത് മാത്രമല്ല പ്രൈമായിട്ടുള്ള സിറ്റിയുടെ മാർക്കറ്റ് ഏരിയ പോലും വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. ആളുകൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആളുകൾക്ക് വേണ്ടിയുള്ള അണ്ടർ പാസേജുകളും നടക്കാനുള്ള വാക്ക് വേസും ഒക്കെ ഇവിടുത്തെ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് പോലും പാർക്കിംഗ് സ്ലോട്ട് വരെ കൊടുത്തിട്ടുണ്ട്. വണ്ടികൾ കാറുകൾ അത് എല്ലാവരും നല്ല ഒരു വൃത്തിയായ രീതിയിൽ പാർക്ക് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ചില നമ്മുടെ നാട്ടിലൊക്കെ ആളുകളൊക്കെ നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നമ്മൾ കുറ്റം പറയുകയാണ്. പക്ഷെ കുറ്റം പറയില്ല. നമ്മൾ രണ്ട് രീതികളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക്
വ്യത്യാസം ഒത്തിരി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പല ആളുകളും അങ്ങനെ പറയും, ഇവർ കേരളത്തിൽ നിന്ന് മാറിയതുകൊണ്ടാണ് കേരളത്തിൽ കുറ്റം പറയണേ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ശരിക്കും നമുക്ക് ആ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. In 200 meters, sharp left onto 100 feet Outer Ring Road, Mughal Road. അത് ഷിമോഗ സിറ്റി കയറാനുള്ള ഔട്ടർ റിംഗ് റോഡിലേക്കാണ്. എന്തായാലും പോവാണല്ലോ. എല്ലാ സിറ്റികൾക്കും ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ബൈപ്പാസ് റോഡുകളുണ്ടെന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ബൈപ്പാസും ഇല്ല. ഇപ്പം ഈ അടുത്തിടെ മാത്രമായിട്ടാണ് Take the next left onto 100 feet Outer Ring Road, ഇതാണ് Mughal ഔട്ടർ Road. റിംഗ് റോഡ്. അത് സിറ്റി കയറണം. അങ്ങോട്ട് പോകുന്നത് സിറ്റിയാണ്. നമ്മളിപ്പോ സിറ്റി കയറാതെ ഔട്ടർ റിംഗ് റോഡിൽ കൂടെ റിംഗ് റോഡ് എന്നാ പറയണത്. അപ്പൊ ബാംഗ്ലൂരൊക്കെ ഉണ്ടല്ലോ റിംഗ് റോഡുകൾ. പക്ഷെ അത്രയും വലുതല്ല. അത്ര ഇല്ല. അല്ല ഞാൻ പറയാണ് റിംഗ് റോഡ് എന്ന് പറയണതേ. അപ്പൊ അതിൽ കൂടെ നമ്മള് പോവുകയാണ്. തിരിച്ചു പോകാം. തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും. നമ്മൾ പോകുന്ന റൂട്ട് വന്ന റൂട്ടല്ല, പോകുന്ന വേറെ വഴിയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഹൊണ്ണാവർ എന്ന് പറഞ്ഞ സ്ഥലം കൂടിയാണ് പോകുന്നത്. Continue for 3 kilometers. ആ റിംഗ് റോഡൊക്കെ ഉണ്ടാക്കാൻ കഴിക്കാൻ നോക്ക്. ഇത് മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളാണ്. ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. ഗ്രേപ്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട്. ഇവിടെ ഗ്രേപ്സിന്റെ ഫാമുകളൊക്കെ ഉണ്ടാവും. കർണാടകയിൽ കുറേ സ്ഥലങ്ങളിൽ ഗ്രേപ്പ് ഫാമുകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഗ്രേപ്സ് ഉണ്ട്. അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാലോ. ഓക്കെ, ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ യാത്ര തുടരെയാണ്. നമ്മൾ ടൗൺഷിപ്പിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.